എപ്പോഴാണ് ഗോപി സുന്ദറുമായിട്ട് കണ്ടത്? ഇതുപോലെ ഞാനെല്ലാം പഠിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ അപ്പൻ്റെ അടുക്കെ വന്ന് ഒരു വർഷം ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു നല്ല കുഞ്ഞായിട്ട്. അപ്പം ഞാൻ മെറിഡിയൻ്റെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു. ഞാൻ കൊച്ചി മെറിഡിയൻ കൊച്ചിയുടെ PR മാനേജറായിരുന്നു. ഞാൻ പബ്ലിക് റിലേഷൻസാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ PG എടുത്തത്. സോ അതിലെനിക്കൊരു ജോലി കിട്ടി. സോ വാട്ട് ആക്ച്വലി ഹാപ്പൻ ഈസ് കറക്റ്റ് ഒരു വർഷം തികയുന്ന സമയത്ത് എനിക്ക് PF കിട്ടും. ഞാൻ എൻ്റെ ഗുരു സുമേഷ് സാറിനെ ഞാൻ വിളിച്ച് ഞാൻ ചോദിച്ചു, സാറേ എനിക്ക് ഇങ്ങനെ PF കിട്ടും, എനിക്ക് കുറച്ച് പാട്ടൊക്കെ ചെയ്യണം. അപ്പം സുമേഷ് പരമേശ്വർ അദ്ദേഹമാണ് കിസ്മത്തിലെ പാട്ട് ചെയ്തത്. ഹീസ് എ ഗിറ്റാറിസ്റ്റ്, വണ്ടർഫുൾ മ്യൂസിഷ്യൻ. അദ്ദേഹം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ സുമേഷ് സാറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പാട്ട് പഠിച്ചിട്ടുള്ളത്. എനിക്ക് പിച്ചിങ് ഒക്കെ ആദ്യത്തെ എൻ്റെ മ്യൂസിക് ക്ലാസ്സസ് അദ്ദേഹം തന്നിട്ടുള്ളത്. സോ ഹി സെഡ്, സോ ഹി നോസ് മൈ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ പഠിച്ചതാ, ജോലി വിട്ടു, അവിടെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു, ഇപ്പോൾ ദേ ഈ ജോലി വിട്ടു. അപ്പോൾ സാറ് പറഞ്ഞു, അന്ന അതേ ഗോപി സുന്ദർ ഒരു മ്യൂസിഷ്യൻ ഉണ്ട്, അന്നയ്ക്ക് അറിയാവോ, അന്ന ഒന്ന് പോയി ഒരു പരസ്യം പാടി നോക്ക്. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ശബ്ദത്തിന് ആരും എന്നെ എടുക്കത്തൊന്നുമില്ല, എനിക്ക് അങ്ങനെ പാടാനൊന്നും അറിയത്തില്ല. അപ്പോൾ പുള്ളി തന്നെ ഒന്ന് പോയി നോക്ക, ഞാൻ കൂടെ വരാം. അങ്ങനെ സാറ് എൻ്റെ കൂട്ടത്തിൽ വന്ന് ഞാൻ പാടി. somehow by the grace of God എൻ്റെയും ഗോപി സാറിന് കെമിസ്ട്രി നല്ലോണം വർക്കൗട്ടായി. അന്ന് ഞാൻ എമാമി പെയിൻ ബാമിൻ്റെ ഒരു പരസ്യമാണ് പാടിയത്. അത് 3 ഭാഷയിലായിട്ട് ഞാൻ പിന്നെ പാടി. ദെൻ സാറിന് കുറേ പരസ്യങ്ങൾ ഞാൻ പാടി. സാറ് ഒരു റെക്കോർഡ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഹി ഈസ് ഓൾസോ ട്രെയിൻഡ് മീ പ്രൊഫഷണലി. സോ ഫ്രം ആ കെമിസ്ട്രി നല്ലതായിട്ട് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഹി ഇൻവൈറ്റഡ് യു ടു അതിൽ പാടാനായിട്ട്. ഒരു ദിവസം ഞാൻ 2 പാട്ടാണ് പാടിയത് ഉസ്താദ് ഹോട്ടലിൽ. മേൽമേൽ നരേഷ് ആയതിൻ്റെ ഒപ്പം പാടിയത് ഞാനാ. അന്ന് ആദ്യം ഞാൻ പാടിയത് മേൽമേല, പിന്നെ അപ്പങ്ങളെമ്പാടും. ഞങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് അപ്പങ്ങളെമ്പാടുവാന്ന് തോന്നുന്നു ഏറ്റവും രജിസ്റ്റേർഡ് ആയിട്ടുള്ള. ഞാൻ മെലഡി പാടുന്ന പോലെ ആൾക്കാർക്ക് അറിയത്തില്ല, കാരണം അപ്പങ്ങളെമ്പാടുവിന്റെ നമുക്ക് അത് മാറ്റാട്ടോ തെറ്റിദ്ധാരണ. മെലഡി പാടും എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കണം. ആ പാട്ട് പാടൂ, ഫസ്റ്റ് പാടിയ പാട്ട്, മെലഡി പാട്ട്. പിന്നിലെ കിളികളായി വിണ്ണിലെ കിളികളായി വെറുതെ നാം ഇതിലേ അണയാ ഒന്നിതിലേ. ഇത് കണ്ടല്ലേ, ഇപ്പൊ മനസ്സിലായില്ലേ അന്നയ്ക്ക് ഈ പറഞ്ഞ കൂട്ട് അപ്പങ്ങളെമ്പാടും മാത്രമല്ല ഭയങ്കര മെലഡി സോങ്ങുകളൊക്കെ പാടാനും അറിയാം. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അന്ന ഏറ്റവും കൂടുതൽ റോക്ക് ടച്ച് ഉള്ളതാ ചെയ്തേക്കുന്നത് അല്ലേ? ബിക്കോസ് യു ലവ് ടു ഡു ദാറ്റ്. ബേസിക്കലി നമുക്ക് നമ്മളെ പാടിപ്പിക്കുന്ന ആൾക്കാർക്കും ഒരു കോൺഫിഡൻസ് തന്നെ അങ്ങനെ റോക്ക്. ആക്ച്വലി നമ്മള് സരിഗമയൊന്നും പഠിച്ചിട്ടില്ല. ഇല്ല, അല്ലല്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ബേസ് ആയിട്ട് അപ്പം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ അങ്ങനെ ഒന്നും ഞാൻ പോയിട്ടുണ്ട് ബട്ട് ഐ ഡിഡ്ന്റ് ലാസ്റ്റ് 3-4 ക്ലാസ്സസ്, ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. ഒന്നാമത് എനിക്ക് സരിഗമയുടെ ആ ഒരു ഡിസിപ്ലിനിൽ നിൽക്കത്തില്ലായിരുന്നു എൻ്റെ ശബ്ദം. സാർ ഞാൻ ചെന്നൈയിൽ വന്നപ്പോൾ എന്നെ പറഞ്ഞു കേട്ടോ, പഠിപ്പിക്കും, പാട്ടൊക്കെ പാട്, ഇനി ഭാവിയിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ അതും ഞാൻ 3 ക്ലാസ് 4 ക്ലാസ് കഴിഞ്ഞ് സർവൈവ് ചെയ്തു. കാരണം അവരൊരു സാ എന്ന് പറഞ്ഞ് നമുക്കൊരു അതൊരു സ്റ്റൈലുണ്ടല്ലോ, എങ്ങനെ പോയിട്ട് നോക്കുന്നില്ല. അവസാനം ഞാൻ എന്താ സെറ്റപ്പിലോട്ട് പോകും. അപ്പൊ സാറ് പറഞ്ഞു, വേണ്ട, നിർബന്ധിക്കുന്നില്ല, ഇങ്ങനെ തന്നെ അങ്ങ് പൊക്കോ, അവിടെ വരെ ദൈവം എത്തിക്കും. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബിക്കോസ് യുവർ സ്ലാങ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്, ഒത്തിരി ഡിഫറെന്റ്. പക്ഷേ നമ്മുടെ തലശ്ശേരി ഭാഷ, മലബാർ ഭാഷയിലാണല്ലോ അപ്പങ്ങളെമ്പാടും പാടിയത്. ആ സ്ലാങ്ങും അതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ യു ടുക്ക് എനി റിഹേഴ്സൽസ് ഓർ വാട്ട്? നത്തിങ് ചേച്ചി, ചുമ്മാ വായിച്ചു ഗോപി സാർ ചുമ്മാ ഫുൾ മൂഡാക്കി. കമോൺ എന്നാ, ഗിറ്റാറിന്റെ റിഫ്സ് ഒക്കെ കമ്പോസിങ്ങിന്റെ സമയത്ത് യൂഷ്വലി ഞാൻ സാറിന്റെ ഒപ്പം ഉണ്ടാകാറുണ്ട്. ശ്രീനിവാസ് തമിഴ് സാറ് യാർഡ മഹേഷ് എന്ന സിനിമയിൽ മ്യൂസിക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ സിനിമയിൽ ഞാൻ തമിഴ് പാടി. പിന്നെ ചൈൽഡ്ഹുഡ് ഒക്കെ എങ്ങനെയായിരുന്നു? ചൈൽഡ്ഹുഡ് ടിൽ മൈ 5th grade I was in Nigeria, ആഫ്രിക്കയിലായിരുന്നു. ഇടയ്ക്ക് നാട്ടിൽ വരും അവധിക്കാലത്ത്, എല്ലാ NRI പിള്ളേരെ പോലെ. പക്ഷെ അവിടുത്തെ റയറ്റും നൈജീരിയയിൽ ഈ റൈറ്റ് ബ്രേക്ക് ഔട്ട്സ് ഭയങ്കര കൂടുതലാണ്. അപ്പം പ്രായമൊക്കെ ആയി
5ാം ക്ലാസ്സൊക്കെ അപ്പം പറഞ്ഞു അപ്പന് മനസ്സിലായി പെമ്പിളാരെ കൊണ്ട് ഇവിടെ നിന്നാ ഓക്കെയല്ല, അപ്പൊ എന്നെ ബോർഡിങ്ങിലാക്കി, ചോയ്സ് സ്കൂൾ ബോർഡിങ്ങിലാക്കി. 1 വർഷം തികച്ചില്ല, അവിടെ നിന്ന് വീട്ടിൽ വിളിച്ചു പറഞ്ഞു കുട്ടീനെ ഡേ സ്കോളർ ആക്കിക്കോളൂന്ന്. അപ്പൊ അമ്മ അങ്ങനെ നൈജീരിയയിൽ നിന്ന് നാട്ടിൽ വന്നു. പിന്നെ പഠിത്തം എല്ലാം ചോയ്സ് സ്കൂൾ +2 വരെ സെയിന്റ് റിസാസ് എറണാകുളത്തു നിന്നാണ് ഞാൻ എൻ്റെ ഡിഗ്രി എടുത്തത്. പിന്നെ എവറിത്തിങ് എറണാകുളം. ആഫ്റ്റർ മൈ ഡിഗ്രി എവറിത്തിങ് വാസ് അബ്രോഡ്. ഓക്കെ. ഈ ചൈൽഡ്ഹുഡ് നല്ല രസാന്നൊക്കെ പറഞ്ഞു, ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത്. ഹാവ് യു എവർ കമ്പോസ്ഡ് എനി സോങ്സ് നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ വെച്ചിട്ട് എന്തെങ്കിലും? Now that you have said, I have never tried. ട്രൈ ചെയ്തൂടെ? ആക്ച്വലി അപ്പങ്ങളമ്പാടും പാടുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ എനിക്കൊരു, ഞങ്ങൾ കസിൻസുമായിട്ട് എവിടെ ഏതൊരു കുടുംബ കൂട്ടായ്മയിൽ ആ പാട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ചാടിയാണ് ഡാൻസ് ചെയ്യുന്നത്. ഒരു എന്റെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി now that you've said, maybe I will try. Okay, that's നല്ലൊരു കാര്യമാണ്. നല്ലൊരു കാര്യമാണ്, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മളായിട്ട് ഇനി ഒരു തീം ഇട്ട് കൊടുത്തില്ല എന്ന് വേണ്ട അല്ലേ? നെക്സ്റ്റ് ടൈം വിൽ ഹിയർ ദാറ്റ്. യെസ്. ഓക്കെ. പിന്നെ ഈ നൈജീരിയയിലെ ഫുഡ്, അത് പിന്നെ നിങ്ങൾ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഡിഫറൻസ്, അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടായോ അതോ അമ്മ സെയിം ഫുഡ് തന്നെയായിരുന്നു? ആക്ച്വലി ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ നൈജീരിയൻസ് നമ്മുടെ ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യും. അവർ മെഴുക്കുരുട്ടിയും തോരനും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അതുപോലത്തെ ഒരു മീഡിയം അമ്മ പഠിപ്പിച്ചതാണോ? അല്ല, അവിടുത്തെ എല്ലാവരും ഒത്തിരി മലയാളീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ കൈമാറി ഒരു നല്ലൊരു നമ്മുടെ ഇന്ത്യൻ ഫുഡ് അവർക്ക് ഇഷ്ടമായിരിക്കും. അവർക്ക് ഇഷ്ടമാണ്. പിന്നെ അവരുടെ ഫേമസ് ജലഫ് റൈസ് എന്ന് പറഞ്ഞൊരു ഐ യൂസ് ടു ലൈക്ക് ദാറ്റ് എ ലോട്ട്. പിന്നെ വേറെ അത് ശരിക്കും ആ അരി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ചോളം പോലെ ഇരിക്കും അല്ലേ? വെളുത്ത ചോളം അതുപോലെ ഇരിക്കും. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ കിട്ടുകയില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആ റെസിപ്പി ചെയ്താലും ഒക്കെയല്ല. ആ അരി ഞാൻ കണ്ടിട്ടുണ്ട്, ശരിക്കും നമ്മുടെ ഒരു ചോളം മഞ്ഞ നിറവാണ്, ഇത് ശരിക്കും വെളുത്ത ചോളം അതുപോലെ ഇരിക്കും. പക്ഷെ അത് തലേന്ന് കുതിർത്തൊക്കെ വെച്ചേച്ച് നല്ല പണിയാ, പക്ഷെ അത് നല്ല ടേസ്റ്റ് ആന്ന് പറയും. വേറൊരു എക്സോട്ടിക് ടൈപ്പ് ഓഫ് ബിരിയാണി പോലെ. യെസ്. ഇതൊക്കെ ഞാൻ കണ്ടത് എന്നാന്ന് വെച്ചാൽ മൈ അങ്കിൾ ആൻഡ് ആന്റി ഈസ് ദേർ ഇൻ സൗത്ത് ആഫ്രിക്ക. സോ അവരിങ്ങനെ കൊണ്ടുവന്ന് എന്നെ ഓരോന്ന് പരിചയപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കണിശമായിട്ട് പറഞ്ഞേ. ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ സാധനം. ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ യു നെവർ കുക്ക് എനിത്തിങ്? ഐ കുക്ക്. ഞാൻ ഓസ്ട്രേലിയ പോകുന്ന പുട്ടുകുറ്റിയായിട്ടാ. പിന്നെ ഞാൻ പുട്ടുണ്ടാക്കും, ബീഫ് കറി ആൻഡ് ബിരിയാണി എല്ലാം ചെയ്യും. സാമ്പാർ. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹസ്ബൻഡ് ഹീസ് എ ബിരിയാണി ഫ്രീക്ക്. അദ്ദേഹത്തിന് ഒരു കേറ്ററിംഗ് കമ്പനിയാണ്, മലബാർ കേറ്ററിംഗ്. സോ കോട്ടയത്ത് തന്നെ. അപ്പം ഞാനിങ്ങനെ ഹെഡ് ചെയ്ത് നിൽക്കുന്ന ഇങ്ങനെ കുക്ക് ചെയ്ത് വീഴ്ത്തണം. ആൻഡ് ഹിസ് കുക്സ് ആർ റിയലി ഗുഡ്. അപ്പം എൻ്റെ അമ്മച്ചിക്ക് ഒരു ബിരിയാണി റെസിപ്പി ഉണ്ട്. അത് അമ്മച്ചിയെ ഞാൻ വിളിച്ച്, എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചുപോയി, എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ ചേച്ചി കൊച്ചമ്മച്ചി, ഞങ്ങൾ അമ്മച്ചി നൽകുന്നത്, കൊച്ചമ്മച്ചിക്ക് ഒരു ബിരിയാണി റെസിപ്പി ഉണ്ട്. അത് കൈമാറി തന്നു. ഞാൻ എന്റെ കെട്ടിയോന് അത് ആക്ച്വലി ഞാൻ 10-20 പേർക്ക് ഞാൻ ബിരിയാണി ഒക്കെ ഇടും. എന്റെ സ്പെഷ്യൽ റെസിപ്പി എന്നതാ വരുന്നത്? സ്പെഷ്യൽ മീനിങ് ഇൻഗ്രീഡിയന്റ് സ്പെഷ്യൽസ് എന്നതിലും ചേർക്കും. ആക്ച്വലി ദ മെത്തേഡ് ഓഫ് കുക്കിംഗ്, നോട്ട് ദ റെസിപ്പി ചേച്ചി. ഓക്കെ. ആ മെത്തേഡ് ഒന്ന് പറഞ്ഞു തന്നെ ഞങ്ങൾക്ക്. അതിന്റെ ഒരെണ്ണം എന്ന് വെച്ചാൽ നമ്മൾ ചോറ് വേവിക്കുന്നത് തേങ്ങാപ്പാലില്ല. പിന്നെ ഞാനിങ്ങനെ ബാക്കി എങ്ങനെ പറഞ്ഞു തരും. പിന്നെ ഞങ്ങൾക്ക് ബിരിയാണി തേങ്ങാപ്പാൽ അതിനകത്തെ മസാലയൊക്കെ നമുക്ക് എന്നാന്നുള്ളത് അറിയണ്ടേ? തേങ്ങാപ്പാൽ ബിരിയാണി എന്ന് പറഞ്ഞ് കൊടുക്കാൻ നോക്കിയല്ല ചേച്ചി. സത്യം പറയാൻ ടെൻഷൻ ആണെന്ന് തോന്നുന്നു, ഞാൻ മറന്നു. അല്ല, തേങ്ങാപ്പാലില് നമ്മൾ ആ ചോറ് വേവിക്കും, ഒരു 2-3 പ്രാവശ്യം വേവിച്ചു. ഇനി പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഈ കോഴിയുടെ ഒപ്പം മാരിനേറ്റ് ചെയ്ത് നമ്മൾ പൊത്തി ഒരു 15-20 മിനിറ്റ് നേരം വെക്കും. എന്റെ അമ്മച്ചി പറയുന്നത് പൊത്തി വെക്കാന്ന്. പൊത്തി വെച്ചിട്ട് പിന്നെ പുള്ളിക്കാരി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നെ പൊത്തി വെച്ച് 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആസ് ഇൻ യുവർ മസാലാസ് അത് സോട്ട് ചെയ്യുന്നതിന്റെ മസാലാസ്. പിന്നെ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് സോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാരിനേഷൻ കഴിഞ്ഞതിന് ശേഷം again you will add onion. Okay. അപ്പൊ 1 കിലോയ്ക്ക് എത്ര ഉള്ളിയൊക്കെ വേണ്ടി വരും? എന്റെ ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പറയും? നമുക്കൊന്നും അറിയണമല്ലോ.
ഒറ്റയടിക്ക് 20 പേർക്കൊക്കെ ബിരിയാണി അത് ആ സമയത്തെ എന്റെ അമ്മച്ചി കറക്റ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നില്ലല്ലോ. അമ്മച്ചി സൈഡിൽ വേണം തോന്നേ. ഇല്ലല്ല, ഫോണിൽ വേണം, എന്നാലേ സംഗതി. ഓ ലൈവാ. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഒന്ന് ലൈവായിട്ട് ചോദിച്ചു വിട്ടേ. എന്തായാലും ചേച്ചി, ഞാൻ ആ ഇവിടം വരെ ഞാൻ പറഞ്ഞല്ലേ, എന്തായാലും ഞാൻ ആ റെസിപ്പി ഇറ്റ്സ് ആക്ച്വലി സൂപ്പർ. ഞങ്ങൾക്ക് എന്തായാലും പാസ് ചെയ്ത് തന്നിട്ടേ പോത്തുള്ളൂ. ഞങ്ങളുടെ ഇവിടെ ആനീസ് കിച്ചണിൽ ഞങ്ങൾ ഇവിടുന്ന് ഫോൺ ചെയ്യും. എന്നുവെച്ചാൽ മറുപടി അറിയിക്കും ഞങ്ങൾ 20 പേർക്കൊക്കെ ഒറ്റയടിക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന്. അതിന്റെ സഹായിയായിട്ട് എനിക്ക് രണ്ടീഷിന്റെ 2 കുക്സ് ഉണ്ടായിരുന്നു, അവരായിരുന്നു ഹെൽപ്പ് ചെയ്ത് തന്നെ. ഞാൻ എല്ലാം തന്നെത്താനെ ഉണ്ടാക്കുകയല്ല. ഓക്കെ, ഇപ്പൊ മോളൊരു സിംഗർ ആന്നു. ഓക്കെ, ഇപ്പം ഒരു മദറാണ്. യു ഹാവ് യുവർ ഓൺ റെസ്പോൺസിബിലിറ്റീസ്. ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് നൗ വാട്ട് ഈസ് യുവർ ഇപ്പൊ പ്രസന്റ് പ്ലാൻസ് എന്തൊക്കെയാണ്? ആക്ച്വലി ഇറ്റ്സ് പ്രിറ്റി ചാലഞ്ചിങ്. 2 പെൺകുട്ടികളെയൊക്കെ വളർത്തി സംഗീതത്തിൽ ഒരു കരിയറൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ ഇത്തിരി ടഫാണ്. ഇതിപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു നല്ല ഫാമിലി സപ്പോർട്ട് ഉണ്ട് എനിക്ക്. അപ്പം അത് ബാലൻസ് ചെയ്ത് മുമ്പോട്ട് എൻ്റെ കരിയറും എൻ്റെ ദാമ്പത്യ ജീവിതവും ഒക്കെ എനിക്ക് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് നടക്കും. ബിക്കോസ് ആസ് ലോങ് as, കാരണം എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരു മ്യൂസിഷ്യനായിട്ടാണ് കാണുന്നത്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ തിങ്ക് that part of my life will be kept alive. മമ്മി എങ്ങനെയാ? ഭയങ്കര സപ്പോർട്ടാ? അമ്മയും ഭയങ്കര സപ്പോർട്ടാ. മമ്മി എന്നാ പറയുന്നത്? ഇപ്പൊ എന്നാ നീ കൊച്ചുങ്ങളൊക്കെ ആയത് നോക്കിയിരിക്കുക, അല്ല മ്യൂസിക്കിന്റെ പുറകെ പോകുന്നു, അങ്ങനെ വല്ലതും പറയും? അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. അമ്മ പറയും ദേ കൊച്ചുങ്ങളെയൊക്കെ. എൻ്റെ അമ്മ പറയുന്നത് ഇനി ഒരു കൊച്ചുമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കണം, പാട്ട് പാടണമെന്നും പറയരുത്, വീട്ടിലിരുന്നോണം, ഇനി ഈ പാട്ടൊന്നും പറഞ്ഞ് നടക്കരുതെന്ന്. ഓക്കെ, അപ്പം പാട്ട് വേണം എന്നുണ്ടെങ്കിൽ 2 പിള്ളേരെ വെച്ച് സന്തോഷമായിട്ട്. അല്ലല്ല, തൽക്കാലത്തേക്ക് എന്റെ 2 പിള്ളേരും അടുപ്പിച്ചായിരുന്നു. സോ അതിന്റെ ഒരു സ്ട്രെസ് ഞാൻ ഫീൽ ചെയ്യുന്നേക്കാളും കൂടുതലേ എന്റെ അമ്മയെ അനിയത്തിയോ. അപ്പൊ അമ്മ പറഞ്ഞു ഇനി പാടണമെങ്കിൽ മോളൊന്ന് 3-4 കൊല്ലത്തേക്ക്, ഒരു 6 കൊല്ലത്തേക്കെങ്കിലും പിള്ളേരില്ലേ ഉള്ളതുങ്ങളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മക്കള് പാട്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് പോകണ്ടാവും. ഓക്കെ, മ്യൂസിക്കിൽ എന്താണ് മോക്ക് എന്തെങ്കിലും ഒരു ഇൻവെൻഷൻ അങ്ങനെ എന്തെങ്കിലും? ആക്ച്വലി ഐ ട്രൈ എ ലോട്ട്. എൻ്റെ സിംഗിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതിൽ ഭൂരിഭാഗം എനിക്കറിയാം മിക്ക മ്യൂസിക് ഡയറക്ടേഴ്സിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടാം. കാരണം ഐ എം നോട്ട് എ വെരി what you call ഒരു ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്ത കാരണം ഐ ഹാവ് എ ലോട്ട് ഓഫ്, ഞാൻ തന്നെത്താനെ പാടിയെടുത്തൊരു സ്റ്റൈലുണ്ട്, എനിക്കൊരു ഇന്നേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. അപ്പം അത് എല്ലാ സിനിമകൾക്കും യോജിക്കില്ല എന്ന് എനിക്കറിയാം. സോ ഐ മൈസെൽഫ് കീപ് മൈസെൽഫ് റിസർവ്.